തീർച്ചയായും സ്മൃതി, ഒറ്റക്കെട്ട്, അതായത് ഇന്ത്യ മുന്നണിയെ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നടത്തിയ നീക്കങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുതന്നെയാണ് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങളും. കോൺഗ്രസിനെ തലപ്പത്തിരുത്തുന്നതിൽ എതിർപ്പുന്നയിച്ച പാർട്ടികൾ പോലും ഇപ്പോൾ രാഹുൽ ഗാന്ധി നടത്തിയ ഈ ഒരു നീക്കത്തെ അഭിനന്ദിക്കുന്നുണ്ട്. ഇത് കാര്യമായി തങ്ങൾ പരിഗണിക്കേണ്ട വിഷയമാണ് എന്നുള്ള ബോധ്യം ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് എല്ലാവർക്കും ഉണ്ട്. സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയിപ്പോൾ പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ചില ഒറ്റപ്പെട്ട ഇടങ്ങളിൽ BJP നടപ്പാക്കുന്ന പദ്ധതിയല്ല. ഇത് എല്ലായിടത്തും വ്യാപിക്കാൻ തങ്ങൾക്കിപ്പോൾ അധികാരമുള്ള ഇടത്ത് പോലും ഇത് BJP പയറ്റി നോക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾക്കുണ്ട്. അതുകൊണ്ട് ഇത് ഒറ്റക്കെട്ടായി ഏറ്റെടുക്കേണ്ട വിഷയമാണ് എന്നുള്ള ബോധ്യം ഇപ്പോൾ ഇന്ത്യ മുന്നണി നേതാക്കൾക്കുണ്ട്. കഴിഞ്ഞ ദിവസം അടക്കം നടന്ന പ്രക്ഷോഭങ്ങൾ, രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനത്തിന് ശേഷം വന്ന പ്രതികരണങ്ങളെല്ലാം തെളിയിക്കുന്നതും അതുതന്നെയാണ്. രാഹുൽ ഗാന്ധി തന്നെ ആദ്യം ഇത് ഇന്ത്യ മുന്നണി നേതാക്കൾക്ക് മുന്നിലാണ് വിശദമായിട്ടുള്ള ഒരു പ്രസന്റേഷൻ നടത്തുകയും അവർക്ക് അത്താഴ വിരുന്ന് നൽകി ഇക്കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയും ചെയ്തത്. ഇത് വെറുതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യമല്ല. കൃത്യമായിട്ടുള്ള റിസർച്ച് സ്റ്റഡി നടത്തി കൃത്യമായി, അല്ലെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു പ്രതിപക്ഷ നേതാവ് ഈ രീതിയിൽ ഒരു വാർത്താ സമ്മേളനം വിളിച്ച് അതിന്റെ തെളിവുകളടക്കം പുറത്തുവിടുന്നത് നമ്മൾ ഇതുവരെ കാണാത്തൊരു കാര്യമാണ്. ആ രീതിയിൽ തന്നെ ആഴത്തിൽ പഠിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി ഈ കാര്യങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അതാണ് 6 മാസം എടുത്ത് വെറുതെ ഒരു അന്വേഷണം നടത്തുകയില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ നൽകിയ രേഖകൾ എടുത്തു നടത്തിയ പരിശോധനയിലാണ് വലിയ വെളിപ്പെടുത്തലുകൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നിഷേധിക്കാനാവില്ല. ഒരു അന്വേഷണത്തിലേക്ക്, ഒരു തിരുത്തലിലേക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പോകുമോ എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്.